السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله مولانا العظيم. الحج المبرور ليس له ثواب إلا الجنة. صدق رسول الله. നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായ ഉലമാക്കളെ, ഉമറാക്കളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് മികച്ച സേവനം ചെയ്യുന്ന ട്രെയിനർമാരെ, വിശിഷ്ട അതിഥികളെ, ഈ സൗകര്യം ഇവിടെ ഏർപ്പെടുത്താൻ എല്ലാ നിലക്കും മഹാമനസ്കത കാണിച്ച നമ്മുടെ മസ്ജിദുൽ ഇജാബയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള അതിന് കാരണമാകുന്ന ഒരു നിമിത്തമാകുന്ന പുണ്യ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുഴുവൻ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, സിയാറത്ത്, മറ്റ് കർമ്മങ്ങൾ ഇതെല്ലാം അല്ലാഹു തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതും അത് നിർവഹിക്കുന്നവർക്ക് മാനസികവും ശാരീരികവുമായി സംതൃപ്തമാകുന്ന രീതിയിലും നിർവഹിച്ചു വരാൻ എല്ലാ വഴികളും തുറന്ന് അല്ലാഹു തആല എല്ലാവർക്കും എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാജഹാൻ സാറ് നയിക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് കേവലം ചടങ്ങ് മാത്രമാണ്. ഇതിൽ ഓരോരുത്തരും വിശദമായി സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ ക്ലാസ് എടുക്കാൻ സമയം മതിയാകാതെ വരും. അത് ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി തയ്യാറായിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരിമാരെ സംബന്ധിച്ച്, ഉമ്മ ഉപ്പമാരെ സംബന്ധിച്ച്, ഹാജി ഹാജമാരെ സംബന്ധിച്ച് വലിയ നഷ്ടമാകും എന്നത് മനസ്സിലാക്കി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അനസ് ഹാജി ഹജ്ജ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മെമ്പറാണ്. മുസമ്മിൽ ഹാജി നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വമല്ല. അദ്ദേഹം പരിചയപ്പെടുത്താതെ തന്നെ എല്ലാവർക്കും അറിയുന്ന ആളാണ്. പക്ഷെ ഞാൻ ആരുടെയും പേര് പ്രത്യേകം പറയാത്തത് ആ പേരൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയം കവരേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. എല്ലാവർക്കും അല്ലാഹു തആല ഈ മജ്ലിസിൽ കൂടിയതിൻ്റെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു ഭർത്താവ് വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുക. ആ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ തൻ്റെ ഭാര്യ ഗർഭിണിയാണോ അല്ലയോ എന്നൊരു സംശയം, ഒരു ടെസ്റ്റ് നടത്താൻ ഭാര്യനോട് തന്നെ പറഞ്ഞു, നീ അടുത്ത ആഴ്ച സമയമാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം, എനിക്ക്
നാളെ തന്നെ അബുദാബിയിൽ എത്താഞ്ഞാൽ എൻ്റെ വിസ ക്യാൻസലാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഭാര്യ ടെസ്റ്റ് നടത്തി, ടെസ്റ്റ് പോസിറ്റീവാണ്. ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങൾ ആകെ 2 ദിവസത്തിനേ വന്നിട്ടുള്ളെങ്കിലും നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ട്. ടെസ്റ്റ് നടത്തിയപ്പോൾ ടെസ്റ്റ് പോസിറ്റീവാണ്. നോക്കണം, 2 പേരും സ്വപ്നം കാണുക അന്ന് മുതൽ. ഈ സഹോദരിക്ക് തൻ്റെ ആ ആദ്യത്തെ കൺമണി പിറക്കാനുള്ള ഇനി ഒരുപാട് മാസങ്ങളുണ്ടെങ്കിലും ഓരോ നിമിഷവും അവർ വളരെ ആവേശത്തോടു കൂടി എണ്ണുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, ഇനി ബാക്കി ഇത്ര മാസവും ഇത്ര ദിവസവും. അങ്ങനെ 2 മാസം കഴിയുമ്പോൾ ഇനി എത്ര? ഈ ആവേശം വർദ്ധിക്കുകയാണ്. ആ പ്രസവം എന്ന് പറഞ്ഞാൽ എത്രയോ സങ്കീർണമായ ഒരു കാര്യമാണ് എന്നൊക്കെ മറ്റു പലരുടെയും അനുഭവത്തിൽ നിന്ന് ഈ സ്ത്രീക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. അതിന് സിസേറിയന് വിധേയരായവർ, അതുപോലെ തന്നെ ലേബർ റൂമിൽ വെച്ച് ബ്ലീഡിംഗ് നിയന്ത്രിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയവർ, അതൊക്കെ സ്വന്തം കുടുംബത്തിൽ തന്നെ പലരുടെയും അനുഭവം ഈ സഹോദരിക്കുണ്ടെങ്കിൽ പോലും ഈ പ്രഗ് ടെസ്റ്റ് പോസിറ്റീവാണ് എന്ന് വന്നത് മുതൽ പിന്നെ അത്തരം ചിന്തയൊന്നുമല്ല ആ സഹോദരിയെ സംബന്ധിച്ച്. വേഗം ആ 9 മാസം പൂർത്തിയാകണം. 10ാം മാസത്തിൽ ആ കുഞ്ഞിന് ജന്മം നൽകണം, ആ കുഞ്ഞിനെ മുലയൂട്ടണം, ആ കുഞ്ഞിന് ഉമ്മ നൽകണം, ആ കുഞ്ഞിനെ കെട്ടിപ്പുണരണം, ആ കുഞ്ഞിന്റെ മലമൂത്ര വിസർജനം വൃത്തിയാക്കാൻ വരെ വലിയ താല്പര്യത്തോടു കൂടിയാ കാണുന്നത്. നോക്കണം, എന്തൊരു കാത്തിരിപ്പാണ്. അതുപോലെ ആ ഭർത്താവ് ഗത്യന്തരമില്ലാതെ, ലീവില്ലാത്തത് കൊണ്ട് വിസ ക്യാൻസലായി പോകും എന്നതുകൊണ്ടാണ് ഈ ടെസ്റ്റ് പോസിറ്റീവാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഒരാഴ്ച പോലും നാട്ടിൽ നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ ദിവസവും അദ്ദേഹം പലവട്ടം ഭാര്യയെ വീഡിയോ കോൾ ചെയ്യുകയാണ്. ആ ഉദരത്തിൽ വളർന്നു വരുന്നത് തൻ്റെ കുഞ്ഞാണല്ലോ എന്നുള്ള സന്തോഷം അദ്ദേഹത്തെ എപ്പോഴും വളരെ ആവേശഭരിതനാക്കുകയാണ്. മാത്രമല്ല, താൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിനൊരു തെളിവ് ഉണ്ടാകാൻ പോവുകയാണ് എന്ന സന്തോഷം അദ്ദേഹത്തെ നന്നായി ഗ്രസിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള സങ്കടം, താൻ ഇവിടെയാണ്, ഭാര്യ നാട്ടിലാണ്, ഞങ്ങൾക്കിടയിൽ വീഡിയോ കോളും മറ്റുമൊക്കെ എത്ര തന്നെ ഉണ്ടെങ്കിൽ പോലും എത്രയോ മൈലുകളുടെ അല്ലെങ്കിൽ കിലോമീറ്ററുകളുടെ അകലമാണല്ലോ. പക്ഷേ ഇതൊക്കെ ഭാര്യ നാട്ടിൽ വെച്ച് സഹിക്കുന്നത്, ഞാനിവിടെ പ്രവാസത്തിൽ വെച്ച് സഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഭാര്യയും ഭർത്താവും എന്നതിലേക്കൊരു മെമ്പർ കൂടി, ഒരു കുഞ്ഞുകൂടി കടന്നു വരാൻ പോവുകയാണ്. നമുക്കും ഒരു കുഞ്ഞുണ്ടെങ്കിൽ നാം എന്തു വിളിക്കും അവനെ? കണ്ണെന്നോ, കരളെന്നോ, കരിമാൻ മിഴിയെന്നോ, പൊന്നെന്നോ, മിന്നെന്നോ, ഇങ്ങനെ പലതരം പാട്ടുകൾ നമ്മൾ കേട്ടതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ 9 മാസത്തിന് അല്ലെങ്കിൽ 10 മാസത്തിന് 10 കൊല്ലത്തിന്റെ അല്ലെങ്കിൽ 100 കൊല്ലത്തിന്റെ അകലം അനുഭവപ്പെടുകയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ മറ്റൊരു സ്വപ്നവുമില്ല. ഇപ്പോ ഏക അജണ്ട ആ നവജാത ശിശുവിനെ ഒന്ന് കാണണം, അതിന്റെ സമയമാകണം, അവന്റെ മുഖത്തൊന്ന് നോക്കണം, എന്നിട്ട് ആ സന്തോഷം പരസ്പരം പങ്കിടണം, കുടുംബക്കാർക്കും അവിടെ കൂടിയവർക്കും മിഠായി വിതരണം ചെയ്യണം. അങ്ങനെ ആയിപ്പോയി സ്വപ്നം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഒരു കുഞ്ഞിന്റെ കേവലം 9 10 മാസം മാത്രമുള്ള ഒരു കാത്തിരിപ്പാണ് എങ്കിൽ ഈ സ്വപ്നം നമ്മളെ എത്രമാത്രം അലട്ടാറുണ്ട്. ഇവിടെയാണ്
ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓർമ്മ വെച്ച കാലം മുതൽ, വകതിരിവ് ആയോടം മുതൽ നമ്മുടെ ഇസ്ലാമിക് ഫാമിലി ചുറ്റുപാടിലാണെങ്കിൽ ശരാശരി 7 വയസ്സ് മുതൽ, ഇപ്പൊ അതിനു മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ ചെറുപ്പകാലം മുതൽ, കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ നിസ്കരിച്ചു തുടങ്ങിയതാണ്. നമുക്ക് പ്രായപൂർത്തിയാവുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും നമ്മളെക്കാൾ മുതിർന്ന നമ്മുടെ സഹോദരങ്ങളും ഒക്കെ നിസ്കരിക്കുമ്പോ അവരുടെ കൂടെ നമ്മളെങ്ങോട്ടോ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരിക്കുകയാണ്. മദ്രസയിൽ പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ വജ്ജഹ്തു ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചവനെ, ഞാൻ നിന്നിലേക്ക് ഇതാ എന്നെ സമൂലം തിരിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞ് നമ്മൾ നിസ്കാരം തുടങ്ങിയിട്ട് ഒരു പക്ഷേ 50 വർഷമായിട്ടുണ്ട്, 60 വർഷമായവരുണ്ട്, ചിലരെങ്കിലും 30ഓ 40ഓ വർഷമേ ആയിട്ടുണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ 30, 40, 50, 60, 70 വർഷമൊക്കെ ഏതൊരു പുണ്യഭവനത്തിലേക്ക് തിരിഞ്ഞായിരുന്നോ ഇക്കാലമത്രയും നിസ്കരിച്ചിരുന്നത്? എവിടേക്ക് തിരിഞ്ഞായിരുന്നോ ഇക്കാലമത്രയും ഖുർആൻ പാരായണം ചെയ്തിരുന്നത്? എവിടേക്ക് തിരിഞ്ഞായിരുന്നോ ഇക്കാലമത്രയും തന്റെ 2 കൈകളും ഉയർത്തിക്കൊണ്ട് പടച്ചവനെ, എന്റെ മകൾക്ക് നല്ല ഭർത്താവിനെ നൽകണം, എന്റെ മകനെ ഒരിക്കലും ലഹരിക്കടിമപ്പെട്ട മകനാക്കരുത്, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വട്ടം തന്നെയെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അവസരം നൽകണം എന്നൊക്കെ എവിടേക്ക് തിരിഞ്ഞായിരുന്നോ ദുആ ചെയ്തിരുന്നത്? പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തിന്റെ അടുത്തേക്ക് പോകാനാ നിങ്ങൾ തയ്യാറായിരിക്കുന്നത്? ആ മഹാഗേഹത്തിന്റെ സമീപത്ത് എന്നുകൊണ്ട് നിങ്ങൾ പറയാൻ പോവുകയാണ്, അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതു, പടച്ചവനെ ഇതാണ് നിന്റെ ഭവനം, വൽ ഹറമ ഹറമുക്, ഈ വിശുദ്ധ നഗരം നിന്റെ വിശുദ്ധ നഗരമാണ്, നിന്റെ ഹറമാണ്, വൽ അംന അംനുക്, ഇവിടെ ലഭിക്കുന്ന സമാധാനം അത് നീ നൽകിയ സമാധാനമാണ്, വൽ അബ്ദ അബ്ദുക്, ഇവിടെ കൂടിയവരൊക്കെ ആരും അഹങ്കാരികളല്ല. പുരുഷന്മാരാണെങ്കിൽ വെറും 2 കഷ്ണം തുണി മാത്രമാണ് അവരുടെ ദേഹത്തിലുള്ളത്. സ്ത്രീകളാണെങ്കിൽ ഇതുവരെ മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത മുഖം പോലും അവരിതാ നിന്റെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് ശരീരം ബാക്കി ഭാഗങ്ങൾ, ഈ മുഖവും മുൻകൈയും ഒഴിവാക്കി ബാക്കിയുള്ളവയൊക്കെ മറച്ചുകൊണ്ട് എല്ലാവരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ നിന്റെ അടിമകൾ മാത്രമാണ്. ജീവിതത്തിൽ പലപ്പോഴും അഹങ്കാരം ഞങ്ങളെ പിടികൂടാറുണ്ടെങ്കിലും പടച്ചവനെ, ഇവിടെ അതിനൊന്നും ഒരു ചാൻസും ഇല്ല. വൽ അബ്ദ അബ്ദുക്, ഈ അടിമകളൊക്കെ നിന്റെ അടിമകളാണ്. വഹാദാ മഖാമുൽ ആയിദി ബിക മിനന്നാർ, ഈ സ്ഥലം മറ്റു സ്ഥലങ്ങളെ പോലെയല്ല. ഇവിടെ വെച്ച് നരകമോചനം തേടുന്ന ആളുകൾക്ക് നീ ആ നരകമോചനം ഗ്യാരണ്ടി നൽകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഫഹരിം ലുഹൂമനാ വബശറതനാ അലന്നാർ, പടച്ചവനെ ഞങ്ങളുടെയൊക്കെ മാംസവും തൊലിയും നീ നരകത്തിന് നിഷിദ്ധമാക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ പോവുകയാ നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50-60 കൊല്ലം എങ്ങോട്ട് തിരിഞ്ഞോ ആ പുണ്യ കേന്ദ്രം നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ ദർശിക്കാൻ പോവുകയാണ്. നിങ്ങൾ ജന്മം നൽകിയ ഒരു കുഞ്ഞിനെ കാണാൻ നിങ്ങൾക്ക് 9 മാസം കാത്തിരുന്നപ്പോൾ എത്രമാത്രമായിരുന്നു ആഗ്രഹം. സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും സ്വന്തം വയറ്റിൽ തന്നെയാണ് ആ കുഞ്ഞുള്ളത് എന്നാൽ പോലും ആ കുഞ്ഞിനെ പുറത്തെത്തി ഒന്ന് നേരിട്ട് കാണണം എന്ന ആഗ്രഹം ആ സഹോദരിമാർക്ക്, ഉമ്മമാർക്കുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ആഗ്രഹമായിരുന്നു.
അടക്കാൻ പറ്റാത്ത സ്വപ്നമായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിതാവാകാൻ പോകുന്ന ചെറുപ്പക്കാരൻ, അയാൾ ഈ നാട്ടിലാണെങ്കിലും വിദേശത്തിലാണെങ്കിലും എത്ര വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന മുഹൂർത്തം, അതിന്റെ യഥാർത്ഥ ചിത്രം ആർക്കെങ്കിലും വരക്കാൻ, ആർക്കെങ്കിലും വിവരിക്കാൻ, ആർക്കെങ്കിലും വിശദീകരിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു 9-10 മാസം വരെ കാത്തു നിൽക്കുന്ന ഒരു അങ്ങേ അറ്റത്തെ ഈ മക്കളോട് താല്പര്യമുള്ള മാതാപിതാക്കളുടെ സ്വപ്നം പോലും വർണ്ണിക്കാൻ നമുക്ക് പറ്റാത്തതാണെങ്കിൽ 6 പതിറ്റാണ്ടും 7 പതിറ്റാണ്ടും ഒക്കെ നമ്മൾ കാത്തിരുന്ന സ്ഥലത്ത് നേരിട്ടങ്ങ് എത്തുമ്പോൾ ആ സമയത്ത് ഈ ഹാജിയുടെ, ഈ അജുമ്മയുടെ മാനസികാവസ്ഥ വിശദീകരിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമാവുകയില്ല. അവിടുന്ന് നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള ഏറ്റവും വലിയ ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ ദുനിയാവും നന്നാക്കി തരണം, ഞങ്ങളുടെ മരണാനന്തര ജീവിതവും നീ നന്നാക്കി തരണം. ജാമിഉം മാനിഉമായ എല്ലാം ഉൾക്കൊണ്ട ഒരു കോംപ്രിഹെൻസീവായ സമഗ്രമായ ഒരു ദുആ. പ്രിയപ്പെട്ടവരെ, അതിന് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ നൊന്തുപെറ്റ ഉമ്മ അങ്ങോട്ട് വന്നു. അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാ. പക്ഷെ ഇപ്പൊ ഞാൻ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കണ സമയത്ത് എന്റെ അടുത്തേക്ക് വന്ന ഉമ്മയെ ഞാൻ കാണുമ്പോ നിസ്കാരത്തില് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്റെ നിസ്കാരം ബാത്തിലായി പോവുകയാണ്. പടച്ചോനെ, ജീവിതം മുഴുവൻ വിയർപ്പൊഴുക്കി, ജീവിതത്തിൽ ഒരു വിശ്രമം അറിയാതെ, ഒരിക്കൽ പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ എനിക്ക് വേണ്ടി മാത്രം കഠിനാധ്വാനം ചെയ്ത പിതാവ് എന്റെ മുന്നിലേക്ക് വന്നപ്പോ ഞാൻ നിസ്കരിക്കുകയാണ്. ഉപ്പായെ കണ്ട സന്തോഷത്തിൽ അസ്സലാമു അലൈക്കും എന്ന് സാധാരണ പറയും പോലെ എങ്ങാനും പറഞ്ഞാൽ എന്റെ നിസ്കാരം ബാത്തിലാകും. കാരണം ഒരു മനുഷ്യനോട് അഭിസംബോധന ചെയ്യാൻ നിസ്കാരത്തിൽ പാടില്ലെന്നും ആ അഭിസംബോധന ഉണ്ടായാൽ നിസ്കാരം അസാധുവാകും എന്നതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിസ്കാരം ബാത്തിലാവുകയാണ് അവിടെയെങ്കിൽ, ഇനി നിസ്കാരം ശരിയാകണമെങ്കിൽ നമുക്കൊരു നേതാവിനെ ദിവസവും ആ നിസ്കാരത്തിൽ അഭിസംബോധന ചെയ്തേ മതിയാവൂ. ആ നേതാവിനോട് സലാം പറഞ്ഞേ മതിയാവൂ. അത്തഹിയ്യാത്ത്, ആദ്യത്തെ അത്തഹിയ്യാത്തും അവസാനത്തെ അത്തഹിയ്യാത്തും, ഇങ്ങനെ 2 അത്തഹിയ്യാത്തുകൾ ഉള്ള നിസ്കാരമുണ്ട്. ഒരത്തഹിയ്യാത്ത് മാത്രമുള്ള 2 റക്അത്തുകളുള്ള നിസ്കാരമുണ്ട്. ഏതായാലും അവിടെയൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട്, അഭിസംബോധന ചെയ്തുകൊണ്ട് സലാം പറയാഞ്ഞാൽ, നേരത്തെ ഉമ്മാനോടും വാപ്പാനോടും സലാം പറഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ ഏറ്റവും വലിയ നേതാവായ വേറെ വല്ല രാഷ്ട്രീയക്കാരനും വന്നപ്പം നിസ്കാരത്തിൽ സലാം പറഞ്ഞിരുന്നെങ്കിൽ, വലിയൊരു ആലിമ് കടന്നു വന്നപ്പം നിസ്കരിക്കുന്ന ആള് സലാം പറഞ്ഞിരുന്നെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയാണ് എങ്കിൽ, അഷ്റഫുൽ വുജൂദ് വ അഷ്റഫുൽ ഖൽഖ് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങി ഇന്ത്യയിലെ ഈ ദക്ഷിണ ഭാഗത്തുള്ള ആലപ്പുഴയിൽ നിന്നാണെങ്കിലും, അങ്ങ് അമേരിക്കയിലെ പടിഞ്ഞാറ് ഭാഗത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നോ ലോസ് ആഞ്ചലസിൽ നിന്നോ ആണെങ്കിലും, ഇനി ഉത്തര ധ്രുവത്തിലെയോ അല്ലെ ദക്ഷിണ ധ്രുവത്തിലെയോ അഥവാ ആർട്ടിക് സമുദ്രത്തിലെയോ അന്റാർട്ടിക്ക വൻകരയിലെയോ ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ചാണെങ്കിലും നിസ്കാരം ശരിയാകണമെങ്കിൽ അള്ളാന്റെ റസൂലിനോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നേരിട്ട് അഭിസംബോധന ചെയ്യണം. ഇങ്ങനെ 60 കൊല്ലം, 70 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ആ ഇത്രയും ദൂരമുണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മേൽ അള്ളാന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് സലാം പറഞ്ഞ വിശ്വാസികൾ മദീനയിലെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ നേരെ മുന്നിൽ ചെന്നുകൊണ്ട്
തൊട്ടപ്പുറത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിനപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ 3 പേരുടെയും മുന്നിൽ ചെന്നുകൊണ്ട് ആദ്യം നമ്മൾ തുടങ്ങുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പിന്നീട് നമ്മൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും സലാം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, 10-70 കൊല്ലം ഈ മനസ്സിലെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ, നമ്മുടെ സിയാറത്ത്. ബഹുമാനപ്പെട്ട മെമ്പർ അനസാജി പറഞ്ഞു, നിങ്ങൾ നന്നായി പഠിക്കണം, നിങ്ങളുടെ നാട്ടിലെ ഉസ്താദുമാരും ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പല പുസ്തകങ്ങളും ലഭ്യമാകും, അതൊക്കെ നോക്കിയും കേട്ടും കണ്ടും നിങ്ങൾ നന്നായി പഠിക്കണം. ഇത് ഹജ്ജ് കമ്മിറ്റി എന്നത് നമ്മുടെ സർക്കാരിന്റെ സംവിധാനമാണ്. പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള പലരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ക്ലാസ്സുകളിൽ അത്തരം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പ്രത്യേകമായി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആശയത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഇവിടുത്തെ ക്ലാസ്സുകൾ. നമ്മൾ നൽകുന്ന ക്ലാസ്സുകൾ സാങ്കേതിക ക്ലാസ്സുകളാണ്. സാങ്കേതിക ക്ലാസ്സുകളാണെങ്കിലോ അത് ആധികാരികമാകണമെങ്കിൽ ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന ക്ലാസ്സുകളിൽ തന്നെ വരണം. മറ്റുള്ള പലരും ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്, നമ്മളത് വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ക്ലാസ്സുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന ക്ലാസ്സുകളിൽ വരാഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾക്ക് ഗവൺമെന്റോ ഹജ്ജ് കമ്മിറ്റിയോ ഹജ്ജിന്റെ ട്രെയിനർമാരോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റിമാരോ നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി എല്ലാം മറന്നുകൊണ്ട് വരുന്ന വളണ്ടിയർമാരോ ആരും ഉത്തരവാദിയാവുകയില്ല. അതുകൊണ്ടാണ് സാങ്കേതിക ക്ലാസുകൾ നിർബന്ധമായും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നും ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന സാങ്കേതിക ക്ലാസുകളിൽ എന്ത് കാരണം ഉണ്ടായാലും മാറി നിൽക്കരുത് എന്നും പറയാൻ കാരണം, ഞാൻ ഒരൊറ്റ ഉദാഹരണം ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞത് ഇവിടെയും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ഞാൻ കാസർഗോഡ് ഇതുപോലെ 2ാം ഘട്ട സാങ്കേതിക ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ ട്രെയിൻ കാത്തിരിക്കുമ്പോ എന്റെ സീറ്റിന്റെ പിന്നിലൂടെ വന്നിട്ട് ഒരാള് തോളിൽ തട്ടി, അസ്സലാമു അലൈക്കും ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ സലാം മടക്കിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പരിചയക്കാരൻ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹാജിയാരാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദ് എങ്ങോട്ടാ പോണത്? ഞാൻ പറഞ്ഞു, കാസർഗോഡ് ഹജ്ജ് ക്ലാസ് ഉണ്ട്, ട്രെയിനിന് പോകാൻ വന്നതാണ്. പിന്നെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇവിടെ വന്നത്, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് മാംഗ്ലൂര് മംഗലാപുരത്ത് പോകണം. അപ്പൊ നിങ്ങൾക്ക് ഷൊർണൂരിന്ന് കയറിയാ പോരായിരുന്നോ, പിന്നെ കോഴിക്കോട് വന്നത് എന്തേന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഒന്നും പറയണ്ട, ഇന്ന് രാവിലെ തന്നെ കണി കണ്ടത് ആരെയാണെന്ന് അറിയില്ല. ഞാൻ കണി കണ്ടോലെ കുറ്റമൊന്നും, ആരെ കണ്ടത് അവരെ കുറ്റം പറയൊന്നും വേണ്ട, നമ്മളെന്തെങ്കിലും കുഴപ്പം തന്നെ ആയിരിക്കും, എന്താ വിഷയം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ AC 3 ടയറിൽ മംഗലാപുരത്തേക്ക് ഞാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിനിന് വേണ്ടി കാത്തിരുന്നു. അവിടെ പല അനൗൺസുകളും നടക്കുന്ന കൂട്ടത്തിൽ എപ്പോഴോ ഒരു അനൗൺസ് കേട്ടു. ആ അനൗൺസിന്റെ അവസാന ഭാഗം മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 3-ൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇരിക്കുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ച് മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ആലോചിച്ചില്ല. ട്രെയിൻ വന്നോട്ടെ എന്ന് കരുതി അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞൊരു ട്രെയിൻ വന്നു. അടുത്ത് ഇരിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, ഇത് മംഗലാപുരത്തുവാണോ ട്രെയിൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേന്ന്. ആ ട്രെയിനിൽ ഞാൻ കയറി. AC 3 ടയറുള്ള B2 എന്ന് പറഞ്ഞ കമ്പാർട്ട്മെന്റിൽ കയറി. എന്റെ സീറ്റ് നമ്പർ നോക്കി, അവിടെ ആരുമില്ല. ഞാൻ അവിടെ ഇരുന്നു. ട്രെയിൻ അവിടെ നിന്ന് പിന്നെ പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ TTR വന്നു. ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം, ഇതിൽ യാത്ര ചെയ്യാൻ പറ്റൂല. ഞാൻ TTRോട് ചോദിച്ചു, ഇത് റിസർവ്ഡ് ടിക്കറ്റ് ആണല്ലോ, AC 3 ടയർ ആണല്ലോ, ഇത് എന്റെ പേരിൽ തന്നെ ഞാൻ തന്നെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണല്ലോ. അപ്പൊ TTR പറഞ്ഞു,
ഇത് AC3 ടയറിന്റെ ടിക്കറ്റാണ് എന്നുള്ളതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിലാണ് നിങ്ങൾ ബുക്ക് ചെയ്തത്. ഇത് ചെന്നൈയിലെ MGR ടെർമിനസിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് ഇത്. അതുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരനായി കണക്കാക്കി വലിയ ഫൈന് എനിക്ക് ഈടാക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഫൈൻ അടക്കണം. ആ ഫൈനിന്റെ തുക എത്ര വരും എന്ന് കൂട്ടിയപ്പോൾ എനിക്ക് തോന്നി ഫൈൻ കൊടുക്കാൻ കഴിയൂല. ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഈ ടിക്കറ്റ് കാണിച്ചുകൊണ്ട് ഈ ട്രെയിന് എപ്പോഴാ വരിക എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം അവിടുന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആ ട്രെയിൻ പോയി എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബസ് കയറി ഞാനിവിടെ കോഴിക്കോട് വന്നതാണ്. ഉസ്താദേ, ഒന്നും പറയണ്ട, ഞാൻ ബുക്ക് ചെയ്ത ട്രെയിൻ പോയി, പിന്നെ കയറിയ ട്രെയിനിൽ ഇറങ്ങേണ്ടി വന്നു. അതിന്റെ പുറമെ എനിക്ക് ബസ്സിൽ ഇങ്ങോട്ട് കോഴിക്കോട്ട് വരേണ്ടി വന്നു. മാത്രമല്ല മംഗലാപുരം വരെ ഉള്ള ടിക്കറ്റിന്റെ പൈസ നഷ്ടപ്പെട്ടു. ഇനി യാത്ര ചെയ്യണമെങ്കിൽ വേറെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. അതിന്റെ ഒക്കെ പുറമെ ഇനി സമയത്തിന് മംഗലാപുരത്ത് എത്തുമോ എന്നറിയില്ല. അങ്ങനെ എത്താഞ്ഞാൽ എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടവും വരും. ഞാൻ ഒറ്റ കാര്യം എൻ്റെ അജുമ്മമാരോടും ആജിമാരോടും ചോദിക്കുക, ഇയാൾക്ക് ഈ നഷ്ടങ്ങളൊക്കെ വന്നതിന്റെ ഉത്തരവാദി റെയിൽവേ കേന്ദ്ര ഗവൺമെന്റിൻ്റെതായതുകൊണ്ട് പ്രധാനമന്ത്രി മോഡിജിയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെ കേരള മുഖ്യമന്ത്രിയോ കേരള ഗവൺമെന്റോ ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതിന് കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റോ ഹജ്ജ് കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റാരും അല്ല ഉത്തരവാദി. ഈ ടിക്കറ്റ് നോക്കി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പോകേണ്ട ട്രെയിൻ പോകുന്ന സ്റ്റേഷനിൽ ആ സമയത്ത് അവിടെ എത്തേണ്ടിയിരുന്നു. അതിൽ വീഴ്ച വരുത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് മറ്റൊരാൾ നേരിട്ട് പറഞ്ഞ അനുഭവം ഉണ്ടായതുകൊണ്ട് ഉദാഹരണമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത്, ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാങ്കേതിക ക്ലാസുകളിൽ കൂടാതെ ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ള സ്ഥലത്തേതോ ക്ലാസ്സിന് കൂടിയത് കൊണ്ടായിരിക്കാം ഇതിൽ കൂടാഞ്ഞത് എന്ന് തന്നെ സങ്കല്പിക്കുക. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരാൻ ഇടയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ, ഒരുപക്ഷെ ഹജ്ജിന്റെ യാത്ര തന്നെ മുടങ്ങാൻ വരെ അത് കാരണമാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കേരള ഗവൺമെന്റ് അതുപോലെ തന്നെ ഹജ്ജ് കാര്യ വകുപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ സാഹിബ്, അവരൊക്കെ എപ്പോഴും ഈ ഹാജിമാരുടെ താല്പര്യത്തിന് വലിയ മുൻഗണന നൽകണം എന്ന് വീണ്ടും വീണ്ടും ഹജ്ജ് കമ്മിറ്റിയോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്ത് ഇപ്പോ 5ാമത്തെ വട്ടമാണ് നമ്മുടെ ഹജ്ജ് മന്ത്രിയെ ഇന്നലെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ടത്. ഇന്നലെയും ഞങ്ങൾ മറ്റു പല വിഷയങ്ങളും സംസാരിച്ചു പോരുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചെയർമാൻ, ഹാജിമാർക്ക് എന്തൊക്കെ സഹായം ചെയ്യണമോ അത് മുഴുവൻ ചെയ്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു, സാറേ, തിരുവനന്തപുരത്ത് ഹജ്ജ് ക്ലാസ്സിന് വന്നത് ഈ ട്രെയിനർമാർക്കും ഫാക്കൽറ്റിമാർക്കും അതുപോലെ തന്നെ ഹാജിമാർക്കും ഒക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് പറയാനും അത് പരിഹരിക്കാനും ഒക്കെ ഗവൺമെന്റും ഹജ്ജ് മന്ത്രിയും ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. നാളെ ആലപ്പുഴയിലും ആ കാര്യം തന്നെയാണ് ഹാജിമാരോടും ട്രെയിനർമാരോടും ഫാക്കൽറ്റിമാരോടും ഒക്കെ പറയാനുള്ളത്. ആ സമയത്തും മന്ത്രി പറഞ്ഞു, ഇത് പറച്ചില് മാത്രം പോരാ, സാധിക്കുന്ന എല്ലാ സഹായവും ചെയ്യണം. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് നൽകാനുള്ള വാക്ക്, ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട അനസാജി പറഞ്ഞതുപോലെ ഹജ്ജ് കമ്മിറ്റി ഒരു സർക്കാർ സംവിധാനമാണ്. മതേതര രാജ്യമായ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്
ഗവൺമെന്റ് ആ മതേതര മൂല്യങ്ങൾ പാലിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം മതസ്വാതന്ത്ര്യവും കൂടി അനുവദിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളെക്കാൾ കൂടുതൽ നന്നായി തന്നെ പ്രിയപ്പെട്ടവരെ ഗവൺമെന്റ് ഇതിനൊക്കെ സഹായിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂർ ഹജ്ജ് ഹൗസിനെ സംബന്ധിച്ചും അതിനുവേണ്ടി ബജറ്റിൽ വകയിരുത്തിയ 5 കോടിയെ പറ്റിയുമൊക്കെ അനസാജി സൂചിപ്പിച്ചു. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. നിങ്ങളോട് പ്രത്യേകം അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ നാട്ടുകാർക്ക്, നിങ്ങളുടെ ബാക്കി ബന്ധപ്പെട്ടവർക്കൊക്കെ ദുആ ചെയ്യും പോലെയോ അതിനേക്കാൾ കൂടുതലോ ഈ ഹജ്ജിന്റെ സേവനം ചെയ്തിരുന്ന നിങ്ങളുടെ വളണ്ടിയർമാർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിനർമാർക്ക്, നിങ്ങളുടെ ഫാക്കൽറ്റിമാർക്ക്, ക്ലാസ് എടുക്കുന്നവർക്ക്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റു ഭൗതിക താല്പര്യങ്ങളൊന്നും ഈ കൂട്ടർക്ക് ആർക്കുമില്ല പ്രവർത്തിക്കുന്ന ഇവർക്കൊക്കെ, പ്രത്യേകിച്ചും ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി, അതിലെ മെമ്പർമാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. പ്ലസ് അതിന്റെ പുറമെ നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ നന്നായി ദുആ ചെയ്യണം. കാരണം നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുന്നത് എന്ന കാര്യത്തെപ്പറ്റി വലിയ ഭയം വരികയാണ്. പല രീതിയിലുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ നടക്കുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലായി വരാൻ പോവുകയാണ്. ഏക സിവിൽ കോഡ് വരാൻ പോവുകയാണ്. ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ അവ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മേരാ ഭാരത് മഹാൻ ഹേ എന്ന് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞിരുന്നത് ഇതൊക്കെ ഇനിയും പറയാനാകുമോ എന്ന് വരെ പേടിയാണ്. ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവകാശവും നൽകുന്ന ഭരണഘടനയുള്ള നമ്മുടെ നാട്ടിൽ അതൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയം വരികയാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിന്, അഖണ്ഡതക്ക്, രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയൊക്കെ നിങ്ങളൊക്കെ ആ ഇജാബത്ത് കിട്ടുന്ന, ആ ഉത്തരം കിട്ടുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് കൂടി വസിയ്യത്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, സിയാറത്ത്, മറ്റു കർമ്മങ്ങൾ എല്ലാം നിർവഹിച്ച് തിരിച്ചു വരാൻ, യാത്രയിൽ ശാരീരികമായോ മാനസികമായോ സാങ്കേതികമായോ ഒരു പ്രയാസവുമില്ലാതെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി